ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹലുവയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിന് ഇത് കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് മുങ്ങിക്കിടക്കണ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷം ഈ കുതിർന്ന് വന്ന മാവിനെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കുമ്പോൾ അതിലെ പാല് വേറെയും അതിലെ ചണ്ടി വേറെയായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം സംശയം തോന്നും, ഇത് നമുക്ക് കലക്കി വെച്ചാൽ പോരെയെന്ന്. പക്ഷേ കലക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ പാലും ചണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി ഇത് ചേർക്കണ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത്, അത് എത്ര അളവിന് ചേർക്കണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതിനുശേഷം നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കണ ഉരുളിയാണ് കേട്ടോ. ഉരുളി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു അരമുറി നാളികേരക്കൊത്ത് എടുക്കില്ലേ നമ്മൾ, അത് എടുക്കണം കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ കനം കുറച്ചിട്ട് എടുക്കണം. അതുപോലെ നാളികേരക്കൊത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുരി ഉണ്ടാവില്ലേ, ഒരു ബ്രൗൺ കളറ്, അത് കളയാൻ നോക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഇതിൻ്റെ വെള്ളം വറ്റണ വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് അലുവയൊക്കെ കിട്ടുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് തന്നെയാണല്ലോ കിടക്കുക, ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വെള്ളം പോയാൽ അപ്പം തന്നെ നമ്മൾ ഗോതമ്പ് പിഴിഞ്ഞെടുത്ത പാലുണ്ടല്ലോ, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അളവ് കപ്പിന് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മളൊരു 3/4 കിലോ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ച് എടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുവിധം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ 1/4 പാലും 2/2 പാലും ചേർത്ത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ടൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതിൽ നമ്മൾ ഒഴിച്ച എണ്ണ മൊത്തം തെളിഞ്ഞു വരും. ആ പരുവം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പരുവത്തിലാവണ വരെ ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഒറ്റതായിട്ട് വരും കേട്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ്, അതാണ് പരുവം. അതിന് ശേഷം നമ്മൾ മോൾഡ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ച് അത് തണുക്കാൻ വെക്കുക. ഡീമോൾഡ് ചെയ്തെടുത്താൽ അത് നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അരിഞ്ഞു പോവും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.